ഹലോ ഗായ്സ്, നമസ്കാരം. കുട്ടികൾക്കിപ്പോൾ വെക്കേഷനാണല്ലോ, അതുകൊണ്ട് മാട്ടൂൽ പെറ്റ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറുകയാണ്. ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഏതെങ്കിലും ഒരു പെറ്റിനെ കയ്യിലെടുത്ത് ഫോട്ടോ എടുക്കണമെങ്കിൽ 140 രൂപയാകും ചാർജ്. നേരെ മുന്നിലേക്ക് പോകുമ്പോൾ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട്. അവിടെ നമുക്ക് മീനുകൾക്ക് തീറ്റ കൊടുക്കാൻ തീറ്റ തന്നു വിടുന്നുണ്ട്. ഞാനും കൊടുക്കണ്ടേ അച്ഛനിരിക്കുന്നതാ കാരണം ഇറുകി കൂടിയോ എല്ലാം അടിയാക്കുന്ന. മീനുകൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ അത് തിന്നാൻ വേണ്ടി ഭയങ്കര ചൂടാണ് വരികയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് വളരെ രസമാണ്, തണുപ്പാണ്, ഒട്ടും ചൂടറിയുന്നുണ്ടായിരുന്നില്ല. ഗുഹ പോലുള്ള ഒരു കവാടം കടന്ന് നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു ഫിഷ് ടാങ്ക് കാണാം. അതിൽ ചെറിയ പുള്ളികളൊന്നുമല്ല ഉള്ളത് കേട്ടോ. അരാപ്പൈമ പോലുള്ള ഭീകരന്മാരായ മീനുകളാണ് ഇതിലുള്ളത്. നല്ല രസമുണ്ട് കാണാൻ. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഇവിടെ 2 കാട്ടുപൂച്ചയുണ്ട്. രണ്ടും നല്ല ഉറക്കത്തിലാണ്. ബംഗാൾ ക്യാറ്റ്, ലവ് ബേഴ്സ് കലവില കൂട്ടുന്ന സൗണ്ടാണ് ഈ കേൾക്കുന്നത്. പക്ഷികളുടെ സൗണ്ട് ഒരുപാട് കേൾക്കാം. എല്ലാ ജീവികളുടെയും പേരുകൾ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. എല്ലാവരും വിദേശീയരാണ്, സ്വദേശികളായിട്ട് ആരുമില്ല ഇവിടെ. ഹായ്. ചക്കര അതിനെ തൊടാൻ ശ്രമിക്കുകയാണ്. ഗ്ലാസിൻ്റെ ഉള്ളിൽ അത് ഉള്ളത്, തൊടാൻ പറ്റില്ല. ഒരുപാട് ഇനത്തിലുള്ള പാരറ്റ്സ് ഇവിടെയുണ്ട്. എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ താറാവും ഇഗ്വാനയും അരയന്നയും ഒക്കെ ഉണ്ട്. കുട്ടികളേതായാലും ആസ്വദിച്ച് കാണുന്നുണ്ട്. കുറച്ച് കാണുമ്പോൾ തന്നെ അവർ ഹാപ്പിയായി. ഇനി മുന്നോട്ട് പോയി നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. എന്താ സ്റ്റൈല് കാണാൻ. കൊള്ളാം. ഇവിടെ 2 പേര് തീറ്റ കഴിക്കുന്ന തിരക്കിലാണുള്ളത്. ആരും ശല്യം ചെയ്യണ്ട, അവർ പ്രണയിക്കട്ടെ, നമുക്ക് മുന്നോട്ട് പോവാം. വാ.
ഇവിടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബാഡ് സ്മെല്ലൊന്നുമില്ല. നല്ല നീറ്റായിട്ടെല്ലാം വെച്ചിട്ടുണ്ട്. സാധാരണ അങ്ങനെ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. നന്നായിട്ടുണ്ടല്ലോ. ഇതിനുള്ളിലെ കാഴ്ചകൾ കണ്ട് നടക്കുമ്പോൾ സമയം പോകുന്നത് അറിയില്ല. കിളികളെ പോലെ നമുക്കും ഇതിനുള്ളിൽ പറന്ന് നടക്കാം. ഇവിടെ ഒരു വെറൈറ്റി ആടിനെ കാണാം. പിന്നെ ഒട്ടകപ്പക്ഷിയുണ്ട്. ഇത് ചെറിയ ഒട്ടകപ്പക്ഷിയാണ്. ഇതിന് തൊട്ടടുത്ത് തന്നെ വലിയ ഒട്ടകപ്പക്ഷി നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഇത്രയും ധൈര്യം ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുണ്ടാവൂ. പാമ്പ് കടിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ദേഹത്തിട്ടത്. ഇവിടെ ഒരു വലിയ ഒട്ടകപ്പക്ഷിയുണ്ട്. അത് ഉറങ്ങുവാണ്. ഉണ്ടോ, ചിരിച്ചും കൊണ്ട് ഉറങ്ങുന്ന പോലെ ഇല്ലേ? നല്ല കാഴ്ചയല്ലേ? പിന്നെ ഉണർത്തണം നമുക്ക്. അങ്ങനെ ഒട്ടകപ്പക്ഷി കണ്ണു തുറന്നിരിക്കുകയാണ്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? രണ്ട് എമു ഉണ്ട് ഇവിടെ. ഒട്ടകത്തിൻ്റെ കുഞ്ഞ് പാല് കുടിക്കുന്ന മനോഹരമായ കാഴ്ച ഇവിടെ കാണാം. ചെറിയ കുഞ്ഞാണ്. ഇവിടുന്ന് അങ്ങോട്ട് ആടിനെയും കോഴിയൊക്കെ കാണാം. വിദേശ ഇനങ്ങളാണ്. പാവൊരു കഴുതി ഇവിടെ നിൽക്കുന്നുണ്ട്. കുട്ടികൾ ആകാംക്ഷയോടെ കുരങ്ങിനെ കണ്ട് നോക്കുന്നതാണ്. അതതിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി. ഒരു സുന്ദരിയും സുന്ദരനും ഇവിടെയുണ്ട്. നമുക്കവരെ കയ്യിലെടുത്താലോ? പൊന്നൂട്ടൻ പാമ്പിനെ കയ്യിലെടുക്കാമെന്ന് പറഞ്ഞ് ധൈര്യത്തോടെ മുന്നോട്ട് വന്നതായിരുന്നു. പിന്നെ അവൻ്റെ അമ്മ കണ്ണുരുട്ടിയത് കാരണം ആ ശ്രമം ഉപേക്ഷിച്ചു. ഒരു പാരറ്റിനെ കയ്യിലെടുക്കുകയാണ് ഉണ്ടായത്. കാഴ്ചയിൽ ഭീകരൻ, പക്ഷെ ആളൊരു പാവമാണ്. ഇത് കണ്ടോ, നോക്കുന്ന കാണുമ്പോൾ പേടിയാവും. ചക്കരയ്ക്ക് ഇവനെ ഒന്ന് തൊട്ട് നോക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ചെറിയൊരു പേടി. കൊങ്ങനെ കണ്ടോ, നല്ല രസമുണ്ടല്ലേ? ആളൊരു കുസൃതിക്കുട്ടനാണ്. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയാൽ വിവിധ ഇനം ഡോഗുകളാണുള്ളത്. അവയെ നമുക്ക് കാണാം. ഇതിനെ കണ്ടിട്ടൊരു കുറുക്കനെ പോലെ ഉണ്ടല്ലോ. ഇവിടെയും കുറേ ഫിഷുകളുണ്ട്. അതിന് നമുക്ക് തീറ്റ കൊടുക്കാം. കാഴ്ചയിൽ ഭീകരനായ ഇഗ്വാന തലയാട്ടുന്ന കണ്ടോ? നല്ല രസമുണ്ടല്ലേ? കാണുമ്പോൾ പേടിയാവും. ഹായ്, സുഖല്ലേ? ഇങ്ങോട്ട് നോക്കിക്കേ. ഇവിടെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കേട്ടോ. കൂട്ടുകാരനോടും പറഞ്ഞേക്ക്.
ഹലോ, രണ്ടുപേരും ഇങ്ങോട്ട് നോക്കിക്കേ. ഞങ്ങളുടെ ചാനലുണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ചാനൽ തിരക്കിട്ട പണിയാ. ഒന്നിങ്ങോട്ട് നോക്കുമോ? ആ, ഇനി ഇങ്ങോട്ട് ഒരുപാട് പ്രാവുകളെയാണ് കാണാനുള്ളത്. ഒരുപാടിനം പ്രാവുകളുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി പലതരത്തിലുള്ള പൂച്ചകളാണുള്ളത്. അണ്ണാൻ ചാടി കളിക്കുന്നുണ്ട് ഇതിലേക്കൂടെ. ഒരുപാടെണ്ണം ഉണ്ട്. പലതരത്തിലുള്ള എലികളാണ് ഇവിടെ ഉള്ളത്. വെള്ളെലി ഒരുപാട് ടൈപ്പുണ്ട്. പിന്നെ ഗിനിപ്പന്നിയുണ്ട്. നല്ല ഉറക്കം. നല്ല മുയലിനൊക്കെ ഉണ്ടോ? കണ്ടോ, താടിയൊക്കെ നോക്കിക്കേ. നല്ല രസമുണ്ടല്ലേ. ആശ നല്ല ഉറക്കത്തിലാണ്, എഴുന്നേൽക്കുന്നില്ല. ഇനി അങ്ങോട്ട് ഇതാ ഒരുപാട് ചിലന്തികളാണുള്ളത്. ഈ പാമ്പിനെ എടുത്ത് വെക്കണം അല്ലേ? പെരുമ്പാമ്പാ. പാമ്പുകളെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഇതാ നല്ല വെള്ളക്കുതിര, അടിപൊളി സ്റ്റൈലാണ് കേട്ടോ. ഇവിടെ വേറെ ഒരു കുതിരയും കൂടിയുണ്ട്, വെള്ളയും കറുപ്പും കൂടെ ചേർന്ന്. നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി ഒരുപാട് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാനുണ്ട്. എല്ലാവരും നേരിട്ട് വന്ന് കണ്ടോളൂ. കടൽ തീരത്തോട് ചേർന്നാണ് മാട്ടൂൽ പെറ്റ് സ്റ്റേഷൻ ഉള്ളത്. വൈകുന്നേരങ്ങളിൽ വന്നാൽ ഈ ബീച്ചിലിറങ്ങി ഇരിക്കുകയോ കളിക്കുകയോ ഒക്കെ ചെയ്യാം. കുട്ടികൾക്ക് വളരെ സന്തോഷമാവും അത്. പിന്നെ ഇവിടെ തൊട്ടടുത്തായിട്ട് ഫൺ സിറ്റി എന്നൊരു പാർക്കുണ്ട്, കുട്ടികൾക്ക് കളിക്കാൻ നല്ലതാണ്. അതുപോലെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലാണ് ചൂട്ടാട് ബീച്ചുള്ളത്. ഒരു ദിവസം വന്നാൽ ഇവിടെയൊക്കെ സന്ദർശിച്ചിട്ട് തിരിച്ചു പോരാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.